വിഴിഞ്ഞം തിരുവനന്തപുരത്തിൻ്റെ ഒരു അഭിമാനമാണ്. പിന്നെ മലയാളികൾക്കും അത് ഏറ്റവും വലിയൊരു അഭിമാനമായിട്ടുള്ള ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ തത്വത്തിൽ ഇതിൻ്റെ ഗുണഭോക്താക്കളായി മാറാൻ പോകുന്നത് തൊട്ടയൽ സംസ്ഥാനമായ തമിഴ്നാടാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അവർ ഇത് കണ്ടുകൊണ്ട് തന്നെ മുൻകൂട്ടി പല പദ്ധതികളും തയ്യാറാക്കുകയും ചെയ്തില്ലേ? അതെ, നമ്മുടെ വിഴിഞ്ഞം പ്രോജക്റ്റ് യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറും. നമ്മൾ ദുബായ് അല്ലെങ്കിൽ സിംഗപ്പൂർ എന്ന് പറയുന്നത് പോലെ ആ തരത്തിൽ വലിയൊരു തുറമുഖ നഗരമായിട്ട് വ്യവസായ വാണിജ്യ മേഖലയിൽ ഒരു തിലകുറി എന്നുള്ള തലത്തിലേക്ക് അത് ഉയരേണ്ട ഒരു സാധനമാണ്. പക്ഷേ ഗവൺമെൻറ് അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നെങ്കിൽ 2024-25 ആകുമ്പോഴത്തേക്കും വിഴിഞ്ഞം തുറമുഖം അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കണക്കനുസരിച്ച് 1006 കപ്പലുകളാണ്, കണ്ടെയ്നർ കപ്പൽ, ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകൾ ഉൾപ്പെടെ വിഴിഞ്ഞത്ത് അവരുടെ കണ്ടെയ്നറുകൾ ഇറക്കുകയും അവിടെ നിന്ന് കണ്ടെയ്നറുകൾ മറ്റ് ചെറു കപ്പലുകളിലേക്കും മറ്റ് സ്ഥലങ്ങളിൽ പോവുകയും ചെയ്യും. ആ തരത്തിൽ വലിയ വിജയകരമായൊരു തുറമുഖമായി വിഴിഞ്ഞം ഒരു ചെറിയ പീരീഡ് കൊണ്ട് തന്നെ കഴിഞ്ഞു. അപ്പോൾ അവരുടെ ലക്ഷ്യത്തെക്കാൾ ഒരുപാട് നേട്ടം അവർ നേടിക്കഴിഞ്ഞു. പക്ഷേ ഇതിനോടനുബന്ധമായി തുടങ്ങേണ്ട വ്യവസായങ്ങളാണെങ്കിലും മറ്റ് സംവിധാനങ്ങളൊന്നും തന്നെ വിഴിഞ്ഞത്തിന് ചുറ്റുവട്ടം, അതായത് തിരുവനന്തപുരം ജില്ലയുടെ ആണ് പ്രധാന മേഖല. മറ്റ് ജില്ലകളും സ്വാഭാവികമായിട്ടും അടുത്തുള്ള ജില്ലകൾക്കും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുമായിരുന്നു. അതിനുള്ള ശ്രമങ്ങളൊന്നും കേരളത്തിൽ ഇതുവരെ തുടങ്ങിയിട്ടില്ല. എല്ലാം തന്നെ ഗവൺമെൻറ് പദ്ധതികളായിട്ട് പേപ്പറിലാണുള്ളത്, പ്ലാനിങ് ലെവലിലുണ്ട്. അപ്പോൾ നമ്മുടെ ഔട്ടർ റിംഗ് റോഡ് ഇതുവരെ അതിൻ്റെ പ്രവർത്തനങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല. സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്, പ്രഖ്യാപനങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗവൺമെൻറ് പ്രഖ്യാപിച്ച വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന വലിയ ഒരു നീണ്ട നിര തന്നെ നമുക്ക് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ അതിൽ ലോജിസ്റ്റിക് പാർക്ക് ഒന്ന്, അതുപോലെ സ്വതന്ത്ര വ്യാപാര മേഖല ഫ്രീ സോൺ എന്നുള്ള തരത്തിൽ, വെയർ ഹൗസിംഗ് സംവിധാനം, ഏറ്റവും കൂടുതൽ ഇത്തരം ഈ കണ്ടെയ്നർ തുറമുഖങ്ങളടുത്ത് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള വെയർ ഹൗസിംഗ് സംവിധാനങ്ങളാണ്. അതുപോലെ പ്രത്യേക വ്യാപാര മേഖല സ്പെഷ്യൽ സോൺ എന്നുള്ള തലത്തിൽ, സ്വതന്ത്ര വ്യാപാര മേഖലയുണ്ട്, സ്പെഷ്യൽ സോണുണ്ട്. അതുപോലെ കയറ്റുമതി അധിഷ്ഠിത വ്യവസായങ്ങൾ തുടങ്ങാനുള്ള സംവിധാനം, അതുപോലെ പ്രാദേശിക സംരംഭങ്ങൾ, ടൂറിസം, അതുപോലെ കൂടുതൽ നിക്ഷേപ സമാഹരിക്കുക ഈ മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ തരത്തിൽ വലിയ സ്വപ്ന പദ്ധതികളാണ് വിഴിഞ്ഞം പ്രോജക്റ്റിനോട് അനുബന്ധിച്ചിട്ട് പ്രഖ്യാപിച്ചത്. പക്ഷേ നമ്മൾ ഇത് പ്രാബല്യത്തിൽ വരുമ്പോൾ നമ്മളിപ്പോൾ ഒരു വാഹനമെടുത്ത് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഒരു കണ്ടെയ്നറിനും നമ്മുടെ ഈ ജില്ലയുടെ പ്രധാന സ്ഥലങ്ങളിലേക്ക് കടന്നു വരാൻ കഴിയില്ല. നമ്മുടെ നാഷണൽ ഹൈവേ നമുക്കറിയാം, ഇപ്പോൾ കൺസ്ട്രക്ഷനാണ്. ഇപ്പോൾ നമ്മൾ കഴക്കൂട്ടം മുതൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് അങ്ങേറ്റം വരെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് കണ്ടെയ്നറുമായിട്ട് ഈ റോഡ് യാത്ര ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഞാൻ ആ സാഹചര്യത്തിൽ ഈ തുറമുഖത്തിൻ്റെ ഗുണഭോക്താക്കൾ ആകുന്ന കേരളത്തിന് കഴിയുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഇവിടെ നമ്മളെല്ലാം വിവാദങ്ങളാക്കാണ്. ഇപ്പം നമ്മുടെ MSC കമ്പനി ഇവിടുത്തെ ഓഹരി ഷെയർ എടുക്കുന്നത് പോലും കേരളത്തിൽ വലിയ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയാണ് MSC എന്ന് പറഞ്ഞാൽ. 1000-ലധികം ഷിപ്പാണ് അവർക്കുള്ളത്. അത്രയും വലിയൊരു കമ്പനി അവർ ഇതിലൂടെ പങ്കാളിയാകുന്നത് ഇതിൻ്റെ വികസനത്തിന് ഗുണം ചെയ്യും. അതിൻ്റെ മറ്റ് നിയമപരമായ വശമല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതുപോലെ നമ്മുടെ വിവാദങ്ങൾ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇതിനെ തകർക്കുന്നൊരവസ്ഥയിലേക്ക് കേരളത്തിൽ പോകുകയാണ്. യഥാർത്ഥത്തിൽ വിവാദങ്ങൾ കൊണ്ടുവരേണ്ടിയിരുന്നത് കേരളത്തിൽ ഈ സംരംഭങ്ങളെ തുടങ്ങാത്തത് എന്തുകൊണ്ടെന്നുള്ളതാണ്. ഇതിനാവശ്യമായ സ്ഥലമെടുപ്പ് എവിടെയെങ്കിലും നടത്തിയിട്ടുണ്ടോ? 100 ഏക്കർ ഭൂമി പോലും ഇതുവരെ കിൻഫ്രയുടെ ഇതിൽ എടുത്തിട്ടില്ല ഈ ചുറ്റുവട്ടത്തിൽ നിന്ന്. അപ്പോൾ ആ തരത്തിൽ നമ്മൾ ഒരു ഇനിഷ്യേറ്റീവ് നടത്തിയിട്ടില്ല. ഇപ്പം റെയിൽവേ ലിങ്ക് ചെയ്യുന്നതിനുള്ള പ്രാരംഭ നടപടികളായി 15 കിലോമീറ്ററാണ് ബാലരാമപുരം മുതൽ വിഴിഞ്ഞം വരെ വരുന്നത്. അപ്പോൾ അത് റെയിൽവേ ലിങ്ക് വന്നു കഴിഞ്ഞാൽ വലിയൊരു മുന്നേറ്റമായി. അതിന് ഇനി വർഷങ്ങളെടുക്കും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ തമിഴ്നാട് സർക്കാർ വിഴിഞ്ഞം തുറമുഖം മുന്നിട്ട് വരുന്നതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് ചെയ്തോ എന്ന് അന്വേഷിച്ചപ്പോൾ 2023 തമിഴ്നാട് സർക്കാർ ഇതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പം വിഴിഞ്ഞത്തിൽ നിന്ന് കിഴക്കോട്ട് 23 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ തമിഴ്നാടാണ്. വിഴിഞ്ഞത്തിൽ നിന്ന് കിഴക്കോട്ട് വരുന്ന ദൂരമേ ഉള്ളൂ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കടക്കാനായിട്ട്. അപ്പോൾ ആദ്യത്തെ കണ്ടെയ്നർ ഇപ്പോൾ റോഡ് വഴി അതുവഴി പോയി തുടങ്ങി. അപ്പോൾ തമിഴ്നാട് 2023 തന്നെ ഇതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയത്. അപ്പോൾ അവർ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ലോജിസ്റ്റിക് പാർക്ക് എന്ന തരത്തിൽ 4 പുതിയ പാർക്കുകളാണ് ഈ നമ്മുടെ തിരുനെൽവേലി ഡിസ്ട്രിക്റ്റിലും കന്യാകുമാരിയിലും അതുപോലെ തൂത്തുക്കുടിയിലുമായിട്ട് പ്രഖ്യാപിച്ചത് വിഴിഞ്ഞം പ്രോജക്റ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ട്. ഇപ്പം ഇതിൽ അതൊക്കെ ചെറിയ പോർട്ടുകളായിട്ട് അല്ലല്ല, പോർട്ടല്ല ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട സംരംഭകർക്ക് തുടങ്ങാൻ വേണ്ടി അതിന് അവർ ഇൻഡസ്ട്രിയൽ പാർക്കായിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അതിന് സിപ്കോട്ട് എന്ന് പറയും. അപ്പോൾ സ്റ്റേറ്റ് ഇൻഡസ്ട്രീസ് പ്രൊമോഷൻ കോർപ്പറേഷൻ ഓഫ്
തമിഴ്നാട് എന്നാണ് എൻ്റെ പേര്, സിപ്കോട്ട് എന്നുള്ള തരത്തിൽ പാർക്കുകൾ എന്നാണ് അതിനെ പറയുക. അപ്പോൾ അതിൽ ഈ നമ്മുടെ തിരുനെൽവേലി ജില്ലയിൽ 4 പാർക്കുകൾ അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് വിഴിഞ്ഞം തുറമുഖ പദ്ധതി നിലവിൽ വരുന്നത് മുതൽ അതിന് അനുബന്ധ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ള ലക്ഷ്യത്തോടാണ് ഔദ്യോഗികമായി പറഞ്ഞുകൊണ്ട് 2023 സർക്കാർ പ്രഖ്യാപിക്കുന്നത്. ഇതിൽ നാങ്കുന്നേരി ഈ സിപ്കോട്ട് പാർക്കിൽ 2200 ഏക്കറാണ് ഗവൺമെൻറ് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് അതായത് വിഴിഞ്ഞത്തിൽ നിന്ന് 100 കിലോമീറ്ററാണ്, തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് 100 കിലോമീറ്ററാണ് അതിനകത്ത് പറയുന്നത്. അതിലൊരു IT പാർക്ക് തുടങ്ങിയിരുന്നു. മൂന്നാമത് ഗംഗൈകൊണ്ടൻ എന്നുള്ള സ്ഥലത്ത് തിരുനെൽവേലി ജില്ലയിൽ 800 ഏക്കർ ആൾറെഡി ഗവൺമെൻറ് ഏറ്റെടുത്ത് ഈ പാർക്കിൻ്റെ വേറൊരു ഇൻഡസ്ട്രിയൽ പാർക്ക്. അതുപോലെ മൂലൈക്കരപ്പെട്ടി എന്നുള്ള സ്ഥലത്തിൽ 1060-1200 ഏക്കർ ഭൂമിയാണ് ഇപ്പം ഗവൺമെൻറ് ഇയർമാർക്ക് ചെയ്തിരിക്കുന്നത്. അത് കൂടുതൽ സ്ഥലം അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ഗവൺമെൻറ് നമ്മൾ നേരത്തെ കേരള സർക്കാർ പ്രഖ്യാപിച്ചതുപോലെയുള്ള സ്പെഷ്യൽ എക്കണോമിക് സോണ്, പ്രത്യേക വ്യാപാര മേഖല, മറ്റ് പുതിയ സംരംഭകർക്ക് വരുന്നതിന് വെയർ ഹൗസിങ്, ഇപ്പം ഈ തുറമുഖവുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട പ്രവർത്തനം നടക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് വെയർ ഹൗസിങ് സംവിധാനം ഒരുക്കുക എന്നുള്ളത്. അതിന് ഒരുപാട് ലാൻഡ് ആവശ്യമാണ്. കാരണം കയറ്റുമതിക്കും ഇറക്കുമതിക്കും ആവശ്യം, ഇപ്പോൾ വാഹനങ്ങൾ ഉൾപ്പെടെ ഹ്യൂജ് ലെവലിലുള്ള കയറ്റുമതിക്ക് ഇത്തരം സംവിധാനങ്ങൾ വേണം. അപ്പോൾ ഇതിനാവശ്യമായ സംവിധാനങ്ങൾ 4 ഇൻഡസ്ട്രിയൽ പാർക്കുകളാണ് തിരുനെൽവേലി ഡിസ്ട്രിക്ട്. അതായത് തിരുനെൽവേലി എന്ന് പറയുമ്പോൾ വിഴിഞ്ഞത്തിൽ നിന്ന് 70-80 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ കന്യാകുമാരി ജില്ലയിൽ നിയോ ടൈഡൽ പാർക്ക് എന്ന ഒരു പാർക്കാണ് കന്യാകുമാരി ജില്ലയിൽ സ്ഥലം കുറവായതുകൊണ്ട് ഒരു പാർക്കേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് തൂത്തുക്കുടിയാണ് തൊട്ടടുത്ത ഡിസ്ട്രിക്റ്റ്. അപ്പം അതും വിഴിഞ്ഞം പ്രോജക്റ്റ്. തൂത്തുക്കുടി എന്ന് പറഞ്ഞാൽ തുറമുഖം ഒരു ഭാഗത്ത്, തുറമുഖ നഗരമാണ്. അതിനേക്കാൾ ഉപരി ഇത്തരം പ്രോജക്റ്റുകൾ, അപ്പം തൊഴിലധിഷ്ഠിത പദ്ധതികൾ. അപ്പം ഈ കണ്ടെയ്നർ പോർട്ടിൻ്റെ ബെനിഫിഷ്യറി ആകാൻ കേരളത്തിന് കഴിയില്ല ഇന്നത്തെ സാഹചര്യത്തിൽ. ഈ നമ്മുടെ നിലവിലുള്ള VD സതീശൻ സർക്കാർ ഈ ബഡ്ജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് പേപ്പറിൽ നിന്ന് പ്രയോഗത്തിൽ വരണമെങ്കിൽ നമുക്കറിയില്ല. കേരളത്തിലെ റോഡ് വികസനം എന്ന് പറയുന്നത് നമുക്ക് ഈ കരമന മുതൽ ബാലരാമപുരം വരെയുള്ള റോഡ് നമ്മുടെ അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണ് അതിൻ്റെ വീതി കൂട്ടാൻ തീരുമാനിച്ചത്. കളിക്കവള അല്ലെ, കരമന മുതൽ കളിക്കവളയുള്ളതിൻ്റെ ആദ്യത്തെ റീച്ച് എന്ന് പറയുന്നത് കരമന മുതൽ വഴിമുക്ക് എന്നുള്ള ബാലരാമപുരത്തുള്ള സ്ഥലമായിരുന്നു. പക്ഷേ ഇതുവരെ അത് ബാലരാമപുരത്ത് എത്തിയിട്ടില്ല. അപ്പം ബാലരാമപുരത്ത് തൊട്ടടുത്തുള്ള കൊടിനട എന്നുള്ള സ്ഥലത്ത് വെച്ച് നിൽക്കുകയാണ്. അതായത് അച്യുതാനന്ദൻ സർക്കാർ തുടങ്ങി വെച്ച പദ്ധതിയാണ്. ഇപ്പം അച്യുതാനന്ദൻ ഗവൺമെൻറ് പുറത്തു പോയിട്ട് 16 വർഷങ്ങൾ കഴിഞ്ഞു. എന്നിട്ടും ഈ റോഡ് 10 കിലോമീറ്ററിനപ്പുറം പോയിട്ടില്ല. അപ്പം യഥാർത്ഥത്തിൽ ഈ നമ്മുടെ ഈ തുറമുഖ നഗരം വരുമ്പോഴത്തേക്കും എന്തെങ്കിലും വികസനം ഉണ്ടാവണമെങ്കിൽ ആദ്യം വേണ്ടത് റോഡാണ്. കാരണം ഈ കണ്ടെയ്നർ നമുക്കറിയില്ല, കണ്ടെയ്നറിൻ്റെ വീതി എന്ന് പറഞ്ഞ നീളം എന്ന് പറയുന്നത് മിനിമം ഒരു കണ്ടെയ്നർ വഹിച്ചുകൊണ്ട് വന്ന വാഹനത്തിന് പോകാനുള്ള സംവിധാനം ഉണ്ടാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഇതിൽ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിട്ട് ഈ തുറമുഖവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതിയും ആരംഭിക്കുന്നതിനുള്ള സംവിധാനമില്ല. ഇപ്പം കിൻഫ്രയുടെ നേതൃത്വത്തിൽ ഏതാണ്ട് 100ഓളം ഏക്കറാണ് അവർ വിഴിഞ്ഞത്ത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. അതിന് നിലവിൽ വരണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഔട്ടർ റിംഗ് റോഡ് വേണം. അപ്പം തിരുവനന്തപുരത്ത് നിന്ന് അത് കഠിനംകുളം നമ്മുടെ NH ലിങ്ക് ചെയ്തിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത ഈ ഔട്ടർ റിംഗ് റോഡ് നിലവിൽ വന്നാൽ ഒരു പരിധി വരെ നമുക്ക് ഇതിൽ കുറച്ചെങ്കിലും ചെയ്യാൻ കഴിയും. അപ്പം നമ്മുടെ സംരംഭകരെന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് നമുക്കറിയാമല്ലോ, ഒരു വിഴിഞ്ഞം പ്രോജക്റ്റ് 2024 ഓപ്പറേറ്റ് ചെയ്യും. അപ്പോൾ ഗവൺമെൻറ് ഈ അനുബന്ധ സംരംഭങ്ങൾ ഇൻഫ്രാസ്ട്രക്ചറലായിട്ട് കാര്യങ്ങൾ 2024 മുമ്പാണ് ചെയ്യേണ്ടത്. തുറമുഖം ഉദ്ഘാടനം ചെയ്തിട്ടല്ല ഈ അനുബന്ധ റോഡുകൾ ഉദ്ഘാടനം ചെയ്യേണ്ടത്. അതിനു മുമ്പ് തന്നെ നമ്മൾ അനുബന്ധ റോഡുകൾ ചെയ്യേണ്ടതായിരുന്നു. അപ്പം ഉദാഹരണം നമ്മൾ പാലം പണിതിട്ട് അപ്രോച്ച് റോഡ് പണിയാത്ത പോലെയാണ്. ഇപ്പം നമുക്ക് പാലം വന്നു, അപ്രോച്ച് റോഡില്ല. അപ്പോൾ അത് പാലം ഗതാഗത യോഗ്യമല്ലാതെയാകും. അപ്പോൾ അതുപോലെ വിഴിഞ്ഞം പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും സംരംഭകർക്ക് അല്ലെങ്കിൽ നമ്മൾ ഈ കയറ്റുമതി ഇറക്കുമതി മേഖലയിൽ നിൽക്കുന്ന ഏജൻസികൾക്ക് ഒരു വെയർ ഹൗസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സംവിധാനം പോലും ഇല്ല. ഒന്ന് നമ്മുടെ റോഡ് സംവിധാനത്തിൻ്റെ അപര്യാപ്തത, മറ്റൊന്ന് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാൻ കഴിയാത്ത. അപ്പം ഈ സാഹചര്യത്തിലാണ് ഞാൻ ഗവൺമെൻറ് തമിഴ്നാട്ടിലെ സ്റ്റാലിൻ സർക്കാർ 2023 വിഴിഞ്ഞം പദ്ധതി വരുമ്പോൾ അതിനാവശ്യമായ വ്യവസായ വികസനം, തൊഴിൽ സംരംഭകർക്ക് വേണ്ടിയിട്ട് അതിനുള്ള സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 4 പാർക്കുകളാണ്. ഞാൻ അതാണ് സൂചിപ്പിച്ചത്. ഈ നാങ്കനേരി ഇൻഡസ്ട്രിയൽ പാർക്കിൽ 2260 ഏക്കർ ഭൂമിയാണ് ഗവൺമെൻറ് ഏറ്റെടുത്തിരിക്കുന്നത്.
അപ്പോൾ അതിൽ തുടങ്ങി അത് IT പാർക്ക് അല്ലാതെ വേറെ വന്നു കഴിഞ്ഞു. ഗംഗൈക്കൊണ്ടനിലും മുതലൈക്കരപ്പെട്ടി എന്നുള്ള സ്ഥലത്തും അതുപോലെ ആയിരക്കണക്കിന് ഏക്കർ ഇതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ആൾറെഡി അവിടെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. അപ്പം നമുക്കറിയാമല്ലോ, നമ്മുടെ ലോജിസ്റ്റിക്കലായിട്ട് നോക്കുമ്പോൾ ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ഡിസ്റ്റൻസേ വരുന്നുള്ളൂ കളിയിക്കാവളിൽ നിന്ന് വിഴിഞ്ഞത്ത് വരാനായിട്ട്. അപ്പം ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല തമിഴ്നാട്ടിൽ ഈ സംരംഭകർക്ക് കടന്നു വരാനായിട്ട്. അപ്പം ഗവൺമെൻറ് ഒരുപാട് കൺസെഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിന് ഗവൺമെൻറ് കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത്, ഇപ്പം തമിഴ്നാട് സർക്കാർ അതിനകത്ത് പാട്ടഭൂമിയായിട്ട് 99 വർഷത്തേക്കാണ് 70 ലക്ഷം മുതൽ 1 കോടി വരെ, അതായത് തുച്ഛമായ വിലയ്ക്കാണ് ഈ ഭൂമി ഗവൺമെൻറ് സംരംഭകർക്ക് കൊടുക്കുന്നത്. അത് 99 വർഷത്തെ പാട്ടത്തിനാണ് ഈ ഇൻഡസ്ട്രിയൽ പാർക്കിൽ അവർ കൊടുക്കുന്നത്. ഇതെല്ലാം 2023 പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് അത് 3 ജില്ലയാണ് അന്ന് സ്റ്റാലിൻ സർക്കാർ ഐഡൻറ്റിഫൈ ചെയ്തത്: കന്യാകുമാരി, തിരുനെൽവേലി, തൂത്തുക്കുടി. അതിൽ തൂത്തുക്കുടി മറ്റൊരു തുറമുഖ നഗരം കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ കണ്ടെയ്നർ മൂവ്മെൻറ്റിനും അതുപോലെ നമ്മുടെ നമ്മുടെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും. ഇപ്പോൾ നമ്മുടെ കളിയിക്കാവള കഴിഞ്ഞാൽ നമുക്കറിയാം, റോഡ്, നാഷണൽ ഹൈവേ വൻ വികസനം നടന്നൊരു പ്രദേശമാണ്. ഓൾ ഓവർ ഇന്ത്യ മൂവ് ചെയ്യുന്നത് അതുവഴി പോകും. നമ്മൾ കാഴ്ചക്കാരായി നോക്കി നിൽക്കും. അപ്പം വിഴിഞ്ഞം പദ്ധതി ഫലത്തിൽ തിരുവനന്തപുരത്തിൻ്റെ സ്വപ്നങ്ങളായി തന്നെ നിൽക്കാനാണ് സാധ്യത. ഇത് കാരണം തമിഴ്നാട് വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അതിനാവശ്യമായ നേതൃത്വവും പദ്ധതികളും ലാൻഡും അവിടെ അവൈലബിൾ ആണ്. ഗവൺമെൻറ് വളരെ നേരത്തെ തന്നെ കർമ്മ പദ്ധതികളിലും ആവിഷ്കരിച്ചു. നമ്മളിപ്പോഴും സ്വപ്നത്തിൽ പദ്ധതികളിൽ നിൽക്കുകയാണ്. അപ്പം ഗവൺമെൻറ്, മുഖ്യമന്ത്രി VD സതീശൻ ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് എത്രമാത്രം നമുക്കത് ഗുണം ചെയ്യും, നമ്മളിന് വൈകി വന്നിട്ട് കാര്യമില്ല. ഏറെ നമ്മൾ വൈകി കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ തമിഴ്നാടാണ് വിഴിഞ്ഞം പദ്ധതിയുടെ ഗുണഭോക്താവാകാൻ പോകുന്നത്, കേരളമല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.